ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഫോണിലൂടെ, നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ എങ്ങനെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSCയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതാണ്. എല്ലാവരും പറയുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്, ഫോണിലൂടെ PSCയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിലൂടെ, കഫേയിലൊന്നും പോകാം, നമ്മുടെ ഫോണിലൂടെ എങ്ങനെ നമുക്ക് PSCയിൽ അപ്ലൈ ചെയ്യാം എന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പഫിൻ എന്ന് പറയുന്ന ബ്രൗസർ ഡൗൺലോഡ് ചെയ്യണം. PUFFIN, പഫിൻ. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്, എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം പഫിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോണിൽ പഫിൻ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ ഫോണിൽ നിന്ന് പഫിൻ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പം മുകളിൽ ആ സെർച്ച് ബോർഡിൻ്റെ അവിടെ നമ്മൾ കേരള PSC തുളസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം PSC തുളസി എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പം കുറച്ച് ടൈം പിടിക്കും നെറ്റ്വർക്ക് കവർ ചെയ്ത് വരാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നു. നമ്മളതിൽ നമ്മുടെ PSC ഓപ്പൺ കൊടുത്തു. അപ്പം നമ്മുടെ PSC ലോഗിൻ ആ പേജ് വരും. ആ പേജിൽ ഇവിടെ ഞാൻ ഓൾറെഡി ലോഗിൻ ഇടാണ്ട് പാസ്വേഡ് സേവ്ഡ് ആണ്. പാസ്വേഡ് യൂസർ നെയിമൊക്കെ സേവ്ഡ് ആണ്. അപ്പോൾ ഇത് എൻ്റർ ചെയ്ത് പാസ്വേഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആസ്കി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. ആസ്കി കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്രൊഫൈൽ നെയിം അവിടെ യൂസർ ID അതിൻ്റെ നെയിം സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ലോഗിൻ ചെയ്യുവാണ്. എൻ്റെ PSC പ്രൊഫൈൽ ഇതാ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോട്ടിഫിക്കേഷനിൽ കയറി ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെന്ന്, സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഉണ്ട്. അതിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ പോസ്റ്റിന് താഴെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. സെയിൽസ് അസിസ്റ്റൻറ്റ്, ഓക്കെ, അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് അത് ലോഡ് ചെയ്യുകയാണ്. ലോഡ് ചെയ്ത് ഞാൻ ഈ പേജിൽ, ആപ്ലിക്കേഷൻ പേജ് സ്റ്റാർട്ട് ഔട്ട് ആയിട്ടുണ്ട്. ഈ പേജിൽ ഞാൻ എൻ്റെ ഫോട്ടോയിലുള്ള നെയിമും അതുപോലെ തന്നെ ഫോട്ടോ കൊടുത്തിട്ടുള്ള അതേ ഡേറ്റ് അതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്പേസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്താലേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെയ്യുക. അപ്പം ഡേറ്റ് കുറച്ച് നേരം പിടിക്കും, അത് ഫോണിലായതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കും. അത് കെയർഫുള്ളായിട്ട് ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം നെയിമും ഡേറ്റും കൊടുത്തതിന്, ഫോട്ടോയിലുള്ള അതേ നെയിമും ഡേറ്റും കൊടുത്തതിന് ശേഷം ദെൻ നെയിമും ഡേറ്റും ഞാനിവിടെ കൊടുത്തു. ഓക്കെ, നെയിം ഡേറ്റ് കൊടുക്കാൻ കുറച്ചൊരു ടഫ്നെസ് തോന്നും, അത് കുഴപ്പമില്ല. നെയിമും ഡേറ്റും അവിടെ ആൾറെഡി, അതായത് 17/11/2015, ഓക്കെ, ഡേറ്റ് കൺഫേം ചെയ്ത് കൊടുത്തു. ഡേറ്റ് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് താഴെ അതെല്ലാം താഴെ കൊടുത്തിട്ട് കണ്ടീഷൻസ് ഇത്രയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ടിക്ക് ചെയ്യുവാണ്. അപ്പോൾ 1 by 1 ആയിട്ട് 4 കണ്ടീഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പേജിൽ വലിയ കുഴപ്പം വരില്ല. നോർമൽ നമുക്ക് ഫോണിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ബ്രൗസറിലും ചെയ്യാൻ പറ്റും. പക്ഷേ നെക്സ്റ്റ് പേജിൽ വരുമ്പോൾ നമ്മളിവിടെ എക്സ് കൊടുക്കും. കണ്ടീഷൻ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ എന്ന് വെച്ചാൽ എക്സ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ് വന്ന് നിൽക്കും. പക്ഷേ അത് നമുക്ക് സാധാരണ ബ്രൗസർ നമുക്ക് ക്ലിയർ ആയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രൗസറിൽ മൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൗസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതാ ഒരു ട്രാക്ക് പാഡ് പോലെ വരും. ഇതിൽ ഐക്കൺ, മൗസിൻ്റെ ആരോ വരും. അതിൽ ആ ആരോ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു വിൻഡോ അത് വാനിഷ് ആവും, പോവും. ദെൻ ബാക്കി നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണ്, എക്സാം ഏതാണ്, എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ, ആ ഡിസ്ട്രിക്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ താലൂക്ക് ഏതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അങ്ങോട്ട് മൗസ് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ചെറിയ ചെറിയ ടാബ്സ് പോലെ ഓപ്പണായി വരുമ്പോഴത്തേക്കും നമ്മൾ മൗസ് യൂസ് ചെയ്ത് ജസ്റ്റ് അതിന് ഓക്കെ കൊടുത്ത് മാറ്റുക എന്നതാണ് അവിടെ പറയേണ്ടത്. ആൻഡ് ദെൻ ഏറ്റവും അവസാനം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിസ്ട്രിക്റ്റും താലൂക്കും കൊടുത്തതിന് ശേഷം നമ്മൾ ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രിവ്യൂ നമ്മൾ ഓപ്പൺ ചെയ്യണം. പ്രിവ്യൂ ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടീഷൻ അഗെയിൻ താഴെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ്
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. അപ്പം നമ്മൾ ആ PSCയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. ലാസ്റ്റ് ഇതും കൂടെ നമ്മൾ ഓക്കെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ PSCയുടെ പിന്നെ ഇതും കൂടെ കൊടുത്തതിന് ശേഷം വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനങ്ങ് ലോഗൗട്ട് ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനിലും എല്ലാ ബ്രൗസറിലും നമുക്ക് കമ്പ്യൂട്ടർ വ്യൂ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലെ നമുക്ക് ആ ബ്രൗസറിനെ യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ് ഡെസ്ക്ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചില സൈറ്റ്സ് ക്രോമിലൊന്നും എടുക്കത്തില്ല. ആ സൈറ്റ്സ് നിങ്ങൾക്ക് ഈ പഫിൻ ബ്രൗസറിൽ ലോഗിൻ ചെയ്യാം, ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാം. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ പഫിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു